തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം പെട്രോൾ ഡീസൽ വില കൂട്ടിയേക്കുമെന്ന് വലിയ അഭിമുഖം പടരുന്നു. ലിറ്ററിന് 5 രൂപ വരെ കൂടിയേക്കുമെന്നാണ് സൂചന. അതേസമയം വാണിജ്യ സിലിണ്ടർ വില കുത്തനെ കൂട്ടിയതിന് പിന്നാലെ ഹോട്ടൽ നടത്തിപ്പ് വൻ പ്രതിസന്ധിയിലായിരിക്കുന്നു. വില കൂട്ടിയതിൽ പ്രതിഷേധിച്ച് ഈ ബുധനാഴ്ച സംസ്ഥാന വ്യാപകമായി ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും അടച്ചിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. അച്യുതൻ പറയാൻ പോകുന്നത് പെട്രോൾ ഡീസൽ വില തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കൂടുമോ എന്നുള്ളതാണ്. എന്നാൽ കൊച്ചിയിൽ നിന്ന് ലിഡിയ ജേക്കബും പിന്നാലെ വരുന്നുണ്ട്. ആദ്യം അച്യുതനിലേക്ക് പറയൂ. അച്യുതൻ. SK ഈ തെരഞ്ഞെടുപ്പുകൾക്ക് പിന്നാലെ തന്നെ പെട്രോളിന്റെയും ഡീസലിന്റെയും വില അതായത് ഏകദേശം 4 രൂപ മുതൽ 5 രൂപ വരെ ലിറ്ററിന് വർദ്ധിക്കും എന്നുള്ള ചില റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആലോചനയിലാണ്. നിലവിലെ ഈ ഒരു ഇന്ധന പ്രതിസന്ധി മൂലമാണ് ഈ വില ഉയർത്തുന്ന സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പരിഗണിച്ചു വരുന്നത്. വില ഉയർത്തുമ്പോഴും അത് സാധാരണക്കാരെ അധികം ബാധിക്കാത്ത രീതിയിൽ, വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാത്ത രീതിയിൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം നടപ്പിലാക്കാനാണ് ഒരുങ്ങുന്നത്. ഒപ്പം തന്നെ ഗാർഹിക സിലിണ്ടറിന് 50 രൂപ വരെ ഉയർത്താനുള്ള കാര്യവും പരിഗണനയിലാണ്. നിലവിൽ എന്തായാലും ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക സ്ഥിരീകരണം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെയാണ് ഇത്തരമൊരു അഭ്യൂഹം പുറത്തു വരുന്നത്. എന്നിരുന്നാലും പ്രതിപക്ഷ പാർട്ടികൾ, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആരോപിച്ചത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾ രാജ്യം കണ്ടോളൂ ഇന്ധന വില ഉയർത്തും എന്നുള്ളതാണ്. എന്തായാലും ആ ഒരു പ്രതിപക്ഷ ആരോപണം അത് ശരിവെക്കുന്ന തരത്തിലൊരു വില വർധനവ് ഉണ്ടാകുമോ എന്ന് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. വാണിജ്യ സിലിണ്ടറിന്റെ വില ഉയർത്തിയതിന് പിന്നാലെ തന്നെ വലിയ രീതിയിൽ അതൊരു പ്രതിസന്ധി മൊത്തത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. സാധനങ്ങളുടെ വിലക്കയറ്റമായിരുന്നാലും ഹോട്ടൽ ഭക്ഷണങ്ങൾക്കായിരുന്നാലും സ്വാഭാവികമായി ആ വില ഉയർന്നിട്ടുണ്ട്. എന്തായാലും അതിനു പിന്നാലെ ഇന്ധനത്തിന്, പ്രത്യേകിച്ച് പെട്രോൾ ഡീസലിന് കൂടി വില വർദ്ധിക്കുമ്പോൾ അത് ഈ ട്രാൻസിറ്റ് ചാർജ് അടക്കം ഉള്ള കാര്യങ്ങളിൽ ഒരു വർധനവ് ഉണ്ടാവുകയും അത് ഈ സാധനങ്ങളുടെ വിലയിൽ പ്രതിഫലിക്കുകയും ചെയ്യും. എന്നിരുന്നാലും അത്തരം കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നോക്കുന്നത്. ആ കാര്യങ്ങൾ എന്തായാലും കേന്ദ്ര സർക്കാർ പരിശോധിച്ചു വരികയാണ്. കാരണം ജനങ്ങൾക്ക് അതൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് മാറരുത് എന്ന കാര്യങ്ങൾ കൂടി പരിശോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു കാര്യം പരിഗണനയിലുള്ളത്. എന്തായാലും ആ ഇന്ധന വില, പെട്രോളിനും ഡീസലിനും ആ വില വർദ്ധിക്കുമോ എന്നുള്ളതാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. SK. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.